ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചു. ചെറിയ പെരുന്നാളിനേക്കാൾ വലിയ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. അബൂലഹബാണ് ഞങ്ങൾക്കതിന് മാതൃക എന്ന് പോലും നിങ്ങൾ നാണമില്ലാതെ എഴുതി വിടുക പോലും ചെയ്തു. അബൂലഹബ് നരകത്തിൽ ചെറിയ ആശ്വാസം ഉണ്ട്, അവർ നരകത്തിൽ പോകുകയാണെങ്കിൽ ഇതുകൊണ്ടെങ്കിലും ആശ്വാസം കിട്ടിയാലോ എന്ന ചിന്തയാണെങ്കിൽ ഇല്ല സുക്കൂർ മുസ്ലിയാരെ, അബൂലഹബിന്റെ സുന്നത്തല്ല നമ്മൾ പാലിക്കേണ്ടത്. ഇനി സുന്നത്തിന് ഇനിയിപ്പോ അബൂലഹബിന്റെ സുന്നത്ത് എന്ന് ഉദ്ദേശിച്ചതാണോ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിലും ശരിയല്ല, അബൂലഹബിനും പരിചയമില്ല നബിദിനാഘോഷം. അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഖത്താബിനും അടക്കമുള്ള സ്വഹാബത്തിനും ഏതായിരുന്നാലും പരിചയമില്ല. പിൽക്കാലത്തെ ശിയാക്കൾ കൊണ്ടുവന്ന ഏർപ്പാട് എങ്ങനെയാണ് മുസ്ലിയാക്കന്മാരെ ദീനായി മാറുക? പല സാധാരണക്കാരും നിങ്ങളെ കയ്യിൽ സത്യമുണ്ട് എന്ന് വിചാരിച്ച് ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് ആത്മാർത്ഥമായി ഈ വക ചർച്ചകളിലേക്ക് വരാൻ മുന്നോട്ട് വരുന്നത്, തയ്യാറാകുന്നത്. പക്ഷേ അവർക്ക് ഇവിടെ ബോധ്യമാകുകയാണ്, സ്വന്തം നേതാക്കന്മാർ വന്നിട്ട് ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി പറഞ്ഞയച്ച വലിയ ശൈഖുനമാരായിട്ട് പോലും അവർക്ക് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ? നല്ല വിധേയത്താണ്. ഈ നല്ല വിധേയത്തെ സ്ഥാപിക്കാനാണോ നിങ്ങൾ ഈ ആയത്തൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നത്? എന്റെ ഒരു ആയത്ത് പോലും ഓതാതുന്നത്? അല്ലെങ്കിൽ കാണാ ആയത്തുണ്ട്, ഹദീസുണ്ട്. അബൂബക്കർ സിദ്ദീഖ് നബിദിനം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉമർ ഖത്താബ് ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ട്, ഹസൻ ബസ്രി പറഞ്ഞിട്ടുണ്ട് എന്ന് എല്ലാവരുടെ പേരിലും പച്ചക്കള്ളം പറയുന്ന ആളുകൾ ഇവിടെ നിങ്ങൾക്കത് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. ഞങ്ങൾക്കറിയാം, വിശാവതത്തിൽ പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയുകയുമില്ല, പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വിടുകയുമില്ല. അതുകൊണ്ട് ഇനി പറയാൻ നിൽക്കണ്ട. ഏതായിരുന്നാലും ശരി, ഇങ്ങനെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ പേരിൽ, ഖുലഫാ റാഷിദീങ്ങളുടെ പേരിൽ, താബഈങ്ങളുടെ പേരിൽ, മഹത്തുക്കളായ ഇമാമിങ്ങളുടെ പേരിൽ, സ്വന്തം ഇമാമാണ് എന്ന് വ്യാജമായി അവകാശപ്പെടുന്ന ഇമാം ഷാഫിയുടെ പേരിൽ പോലും വ്യാജമായി കഥയുണ്ടാക്കി ഇമാം ഷാഫി പോലും നബിദിനാഘോഷം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അത് ന്യായമല്ല. ഒരു ഇമാം ഷാഫിയും പറഞ്ഞിട്ടില്ല ഇനി ബിദ്അത്ത് രണ്ടെണ്ണമാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞെങ്കിൽ ആ ഇമാം ഷാഫി ആ നല്ല ബിദ്അത്ത് ഉദാഹരണമായി നബിദിനാഘോഷം പഠിപ്പിച്ചുവോ? ഇല്ലല്ലോ. നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഏതെങ്കിലും ഒന്ന് പഠിപ്പിച്ചുവോ? ബുർദയോ മാലയോ മൗലീദോ റാത്തീബോ കുത്തുബിയത്തോ നിങ്ങൾ ബിദ്അത്തായി കൊണ്ടെടുക്കുന്ന വ്യാജമായ നമസ്കാരം നോമ്പടക്കമുള്ള മിറാജ് നോമ്പ് നിങ്ങൾ നോൽപ്പിക്കുന്നുവല്ലോ. നിങ്ങൾ നോൽക്കാറില്ലെങ്കിലും ആ മിറാജ് നോമ്പ് ബിദ്അത്താണ്, അല്ലെങ്കിൽ ബറാഅത്ത് നോമ്പ് ബിദ്അത്താണ്. ആ നിലക്കുള്ള ബിദ്അത്തായ നോമ്പുകളെയാണോ അവർക്ക് നല്ല ബിദ്അത്തായി പരിചയപ്പെടുത്തിയത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇമാം ഷാഫി വന്നത് എന്താ പറയണമെങ്കിൽ കിതാബ് അറിയണമെന്നെ കഷായം അഴിച്ചിട്ട് ഇറക്കുമ്പോൾ വന്നാൽ ഓനെന്ത് ഇമാം ഷാഫി, അവർക്ക് എന്ത് കിതാബ് പോട്ടെ, അതുമായി പരാമർശിക്കുന്നില്ല. ഏതായിരുന്നാലും ശരി, ഒരു കാര്യം തീർച്ചയാണ്, വിശുദ്ധ ഖുർആനോ പ്രവാചക വചനങ്ങളോ ഇങ്ങനെ ആഘോഷം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കാതെയും പറഞ്ഞു പോയ ഹദീസുകൾ മുഴുവൻ നിങ്ങൾക്ക് ബാധകമാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, പിൽക്കാലത്ത് വന്നതെല്ലാം ബിദ്അത്ത് തന്നെയാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, ആ എല്ലാ ബിദ്അത്തും ളലാലത്തുമാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും വഴികേടിലേക്കുമാണ്. അത് നല്ല ബിദ്അത്ത് എന്ന് ന്യായം പറഞ്ഞിട്ട് ആ നല്ല ബിദ്അത്ത് ചെയ്തിട്ട് നല്ല രൂപത്തിൽ നരകത്ത് പോകാൻ ശ്രമിക്കണ്ട എന്ന് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കാൻ ഒരാൾക്കും അനുവാദമില്ല, ആരും അങ്ങനെ ചെയ്യാവതുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പറയുന്ന, രണ്ട് പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണെന്ന് പറയുന്ന ഈ ഒരു ആഘോഷമുണ്ടല്ലോ, അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്. അത് പിൽക്കാലത്ത് ഉണ്ടായി വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അനിസ്ലാമികമാണ്, അത് പ്രതിഫലാർഹമല്ല, അത് ശിക്ഷാർഹമാണ്. കുറ്റമേ ലഭിക്കൂ, കൂലി കിട്ടുന്നില്ല. കാരണം മതത്തിലേക്ക് നിങ്ങൾ വ്യാജമായി കൂട്ടിച്ചേർത്തു. അതാണ് അല്ലാമ ഫാഖാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇത് ഹറാമാകാനേ നിർവാഹമുള്ളൂ, ജായിസാണെന്ന് പോലും പറയാൻ കഴിയില്ല, സുന്നത്താണെന്ന് പറയാൻ കഴിയില്ല, നിർബന്ധമാണെന്നും പറയാൻ കഴിയില്ല. ഇനി ഹറാമോ കറാഹത്തെ ആകൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞുവല്ലോ, വഹാദാ ജവാബി ബൈന യദയില്ലാഹി തആല ഇൻ അൻഹു സുഇൽതു. അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ പരലോകത്ത് റബ്ബിനോട് ചോദിച്ചാൽ എന്താണ് ഫാക്കിഹാനി നബിദിനാഘോഷത്തിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് എന്ന് നാളെ മഹ്ശറിൽ ചോദിച്ചാൽ അവിടെയും ഞാൻ പറയുന്ന മറുപടി ഇതാണ് എന്ന് പഠിപ്പിച്ച അല്ലാമ ഉമർ ഫാക്കിഹാനി ഹിജ്റ 700 ജീവിച്ച മഹാനായ പണ്ഡിതനാണ്. അന്നാണല്ലോ 600 ശേഷമാണ് നബിദിനാഘോഷം ഉണ്ടായത്. ആ കാലങ്ങളിൽ തന്നെ അന്ന് ജീവിച്ചവർ പറഞ്ഞു ഇത് ബിദ്അത്താണ്, മോശപ്പെട്ട ബിദ്അത്താണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികളെ കാൽപ്പാദങ്ങളെ മുറുകെ പിടിക്കുന്ന, പിൻപറ്റുന്ന മാതൃകായോഗ്യരായ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അ,
അത് ബിദ്അത്താണ്. അഹ്ദസഹൽ ബത്വാലൂന, ചില ബാത്തിലീങ്ങളായ ആളുകൾ, ഭോഷന്മാരായ ആളുകളാണ് ഇത് പുതുതായി ഉണ്ടാക്കി കൊണ്ടുവന്നവർ. വഅ്തനാ ബിഹൽ അക്കാലൂൻ, ശാപ്പാട്ട് വീരന്മാരാണ് ഇത് കൊണ്ടടക്കാൻ വേണ്ടി, നിലർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് അല്ലാമ ഫാക്കിഹയുടെ വാചകമാണ്. നിങ്ങൾ നോക്കി, ഞാൻ പറയുന്ന വാചകമല്ല. ഫാക്കിഹാന് 700 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെക്കുന്നു, വഅ്തനാ ബിഹൽ അക്കാലൂൻ, ചില ശാപ്പാട്ട് വീരന്മാർ ഇത് നിലർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരിക്കലും വാജിബാന്ന് പറയാൻ കഴിയില്ല, സുന്നത്താണെന്നും പറയാൻ കഴിയില്ല, ജായിസാണെന്നും പറയാൻ കഴിയില്ല. ഇനി ഏറി വന്നാൽ കറാഹത്തെന്നോ ഹറാമെന്നോ പറയാൻ പറ്റൂ എന്ന് പറയുകയും അദ്ദേഹം അത് സ്ഥാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നബിദിനാഘോഷം എന്ന ഏർപ്പാട് ഹിജ്റ 600-കളിൽ മുദഫർ രാജാവ് ആരംഭിച്ചു വെച്ചെങ്കിൽ ആ കാലഘട്ടം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പണ്ഡിത ചർച്ചകൾ, അവിടെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും ശരി, പ്രവാചകന്റെ പിൻബലമില്ലാത്ത, സ്വഹാബത്തിന്റെ പിൻബലമില്ലാത്ത, താബിഴികളെ പിൻബലമില്ലാത്ത, തബഉ താബികളെ പിൻബലമില്ലാത്ത, ഷാഫി ഇമാമിന്റെ പിൻബലമില്ലാത്ത, അബൂ ഹനീഫ ഇമാമിന്റെ പിൻബലമില്ലാത്ത, ഇമാം മാലിക്കിന്റെ പിൻബലമില്ലാത്ത, ഇമാം അഹ്മദിന്റെ പിൻബലമില്ലാത്ത, ഇമാം ബുഖാരിയുടെ പിൻബലമില്ലാത്തൊരു കാര്യം ഖലീൽ ബുഖാരി ചെയ്താൽ അത് ദീനാവുകയില്ല കൂട്ടരെ, അത് ഇസ്ലാമാവുകയില്ല കൂട്ടരെ. അതുകൊണ്ട് തന്നെ അതല്ല ചെയ്യേണ്ടത്. ഇതിന് മാതൃകയുണ്ടെങ്കിൽ നിങ്ങളത് പറയേണ്ടതുണ്ട്. നിങ്ങളെ വിശ്വസിച്ച് കൂടെ കൂടിയ ആളുകളെങ്കിലും രക്ഷപ്പെടട്ടെ നരകത്തിന്റെ വഴിയിൽ നിന്ന്. നിങ്ങൾക്കൊരു പക്ഷെ നരക സ്വർഗം വലിയ പ്രശ്നമായിരിക്കൂല, നിങ്ങൾക്കൊരു പക്ഷെ ദീന് അത്ര വലിയ കാര്യമായിരിക്കില്ല, നിങ്ങൾക്കൊരു പക്ഷെ എന്തും പറയാൻ ധൈര്യമുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെ കൂടെയുള്ള എല്ലാ സാധാരണക്കാരും അങ്ങനെയല്ല. ഇതൊക്കെ ദീനാണെന്ന ധാരണയില അവരൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത്. ആ ആത്മാർത്ഥയില അവരൊക്കെ ചർച്ചക്കുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ഒരു വേദന കൊണ്ടാണ് തന്റെ ബാക്കിയുള്ള ആളുകളും ഈ വഴിയിൽ വരണമെന്ന ആത്മാർത്ഥമായ താല്പര്യം കൊണ്ടാണ് നിങ്ങളെ കൂട്ടത്തിലെ പല കാരണവന്മാരും ഈ ചർച്ചയ്ക്ക് താല്പര്യമെടുത്ത് മുന്നോട്ട് വന്നത്. അവർക്കെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കൂ. സ്വഹാബത്ത് ആഘോഷിച്ചുവെന്ന്, താബിഈങ്ങൾ ആഘോഷിച്ചുവെന്ന്, തബഉ താബികൾ ആഘോഷിച്ചുവെന്ന്, മദ്ഹബിന്റെ ഇമാമുമാർ ആഘോഷിച്ചുവെന്ന്, മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ, ഫുഖഹാക്കൾ അവരൊക്കെ ആഘോഷിച്ചുവെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കൂ. അതല്ലാതെ എല്ലാ ബിദ്അത്തും മോശമൊന്നല്ല, ചില ബിദ്അത്തൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത് മോശമാണെന്നേ മുസ്ലിയാരെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ആ വഴി നിങ്ങൾ ഒഴിവാക്കുക, സുന്നത്തിലേക്ക് മടങ്ങുക, പ്രവാചക ചര്യയിലേക്ക്, സ്വഹാബത്തിന്റെ മാതൃകയിലേക്ക്, ശരിയായ അഹ്ലു സുന്നത്തിലേക്ക് അഥവാ സലഫിയ്യത്തിലേക്ക് നിങ്ങൾ മടങ്ങാൻ സന്നദ്ധമാവുക. അതുമാത്രമാണ് ഈ രക്ഷക്കുള്ള വഴി. അതല്ലാതെ ഏതെങ്കിലും കിതാബിന്റെ ഏതെങ്കിലും കഷ്ണം ആരെങ്കിലുമൊക്കെ ഫതവ സൂട്ട് എഴുതി കൊടുത്തത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ വായിക്കാൻ പോലും ധൈര്യമില്ലാതെ തപ്പിപ്പിടിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തിനാണ് ഈ ബിദ്അത്തിന്റെ പിന്നാലെ പോകുന്നത്? അതിനാൽ ഇത് ബിദ്അത്ത് തന്നെയാണ്. ഇത് മോശപ്പെട്ട ബിദ്അത്താണ്, നല്ല ബിദ്അത്തല്ലേ അല്ല, നല്ല ബിദ്അത്ത് അല്ലേ അല്ല. ഇനി ആയിട്ടും കാര്യവുമില്ല, ഇത് ബിദ്അത്ത് തന്നെയാണ്. ഇത് മോശപ്പെട്ട ബിദ്അത്താണ്. ഇത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ്. ഇത് നിഷിദ്ധമാണ്. ഇത് ഹറാമാണ്. ഇതിന്റെ ഭാഗമായി നിങ്ങൾ ചൊല്ലുന്ന പദ്യഗദ്യങ്ങളിൽ ശിർക്കായത് എമ്പാടുമുണ്ട്. ഇസ്തിഗാസ ഇതിന്റെ മറവിൽ നിങ്ങൾ ചെയ്യുന്നു. നബി വിളിച്ചു പ്രാർത്ഥിക്കൽ ഇതിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്നു. അമിതമായ വർണ്ണനകൾ ഇതിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്നു. ഇതിന് പ്രത്യേകമായ പുണ്യം നിങ്ങൾ നിശ്ചയിക്കുന്നു. ഏത് നിലയ്ക്ക് നോക്കിയാലും ശിർക്ക് കലർന്ന, ബിദ്അത്ത് നിറഞ്ഞ, ഹറാമായ, മതത്തിലേക്ക് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തപ്പെട്ട ഷിയാക്കളുടെ ആചാരമാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഷിയാക്കളുമായി ബന്ധമുണ്ടാവാം, ഉലമാ സമ്മേളനത്തിന് പോലും ഷിയാക്കൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ടാകാം. പക്ഷേ മതത്തിലേക്ക് അത് ആവശ്യമില്ല, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, ദീനിൽ ആവശ്യമില്ല. അതുകൊണ്ട് സുന്നത്തിലേക്ക് മടങ്ങുക, അഹ്ലുസുന്നയിലേക്ക് വരിക, സലഫിയ്യത്തിലേക്ക് വരിക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക, മതം പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.